ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ 7:30 മണി സമയമാണ്. നല്ല മഞ്ഞ്. ഇത്രയും മഞ്ഞ് വരാനുള്ള കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഭയങ്കര കാറ്റും മഴ ഇടി ഒരു 2:30 ആയപ്പോഴത്തേനും ഒരു അരമണിക്കൂർ നേരം നിന്ന് പെയ്തു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ മഴ കിട്ടിയത് കൊണ്ട് എല്ലാവരും നനഞ്ഞു കുളിച്ച് ഒന്ന് ഫ്രഷായി നിൽക്കുന്നു, പൂച്ചെടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നല്ല മഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ട് പ്രകൃതിയുടെ ഞങ്ങളുടെ ഹൈ റേഞ്ചിലുള്ള ഈ പ്രകൃതി സൗന്ദര്യം ഒന്ന് കാണിച്ച് രാവിലെ ഒരു വീഡിയോ എടുക്കാനുള്ള ആരംഭത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിലെ വിശേഷങ്ങൾ. കണ്ടോ, ഈ രാവിലെ ഒന്നേന്ന് ജോലികളൊക്കെ ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൊക്കെ പോയി കഴിഞ്ഞ് വെയിൽ തെളിയുമ്പോഴും വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഈ മഞ്ഞിൻ്റെ കാഠിന്യവും വെയിൽ തെളിഞ്ഞാലുള്ള പിന്നെ ചൂടിൻ്റെ ഒരു കടുപ്പമൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് വീട്ടുജോലികളിലേക്ക് വ്യാപൃതമാകുക കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന ഈ സാധാരണക്കാരുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, കൊച്ചു വിശേഷങ്ങളും കൊച്ചു നാട്ടുവിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നൊന്നായി തുടങ്ങട്ടെ. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി കാണിക്കാം. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പം എല്ലാവരും വീട്ടിലില്ല, മോനൊക്കെ ജോലിക്ക് പോയി. പിന്നെ അനിമോളുണ്ട്, ഞാനുണ്ട്, പപ്പയുണ്ട്, എന്നെല്ലാവരും ബാക്കിയുള്ള 3 പേരും വീട്ടിലിരിപ്പാട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോസിനകത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കാണണമെന്ന് ഒന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നേ. മുരിങ്ങയിലൊക്കെ കായുണ്ടായി തുടങ്ങിയല്ലോ. ഇപ്പോഴാണല്ലോ ഞാൻ കാണുന്നത്. അത് കണ്ടോ, മുരിങ്ങയിൽ കായുണ്ടായി കിടപ്പുണ്ട്, ക്യാമറയിലേക്ക് കാണുന്നില്ല. വാഴ ഒടിഞ്ഞു പോയി കേട്ടോ. ഇന്നലത്തെ മഴയത്തും കാറ്റത്തൊക്കെ വാഴ ഒടിഞ്ഞു പോയി. കൊലയോട് കൂടിയോ ഒരു ചെറിയ കൊല അതിനകത്തുണ്ടായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒടിഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, നല്ല വാഴക്കൊലകളൊക്കെ താഴെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പോകെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ പുറത്തെ ഒരു പകുതി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മുറ്റം അടിക്കലും ആരലും ഒക്കെ ഒരു പകുതി കഴിഞ്ഞു, പകുതി അവിടെ കിടക്കുക. അപ്പോൾ ഈ കറി ഒന്നുണ്ടാക്കി കാപ്പി കുടിച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചോറ് വെന്തില്ല. ദോശ ചുടാനുള്ള മാവൊക്കെ പുളിച്ച് പൊങ്ങി ചൂടായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യമേ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. കറി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഇട്ടാൽ പിന്നെ ചൂടോടെ ഞാൻ കഴിക്കാമല്ലോ. അപ്പോൾ ലൈറ്റായിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഏത്തപ്പഴം പുഴുങ്ങിയതിരിപ്പുണ്ട്, ചായ ഇട്ടു. എന്നാൽ ഇനി നമുക്ക് ഈ കിഴങ്ങ് കറി ഉണ്ടാക്കാം. ദോശയ്ക്ക് ഇന്ന് ചമ്മന്തിയോ സാമ്പാറോ അല്ല, കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് കൊണ്ടുവച്ചേക്കും കേട്ടോ. അപ്പോൾ അതിട്ടൊന്ന് വഴറ്റി ഈ കിഴങ്ങ് നല്ല മസാലപ്പൊടി ചേർത്ത്, അതായത് മീറ്റ് മസാല ഇട്ട് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇട്ട് കടുകിനകത്തിട്ട് നോക്കിച്ചു കേട്ടോ. കറിവേപ്പില ഇല്ലാത്ത കറിയാണേ. കറിവേപ്പില ചേർക്കാൻ പാടില്ലെന്നല്ല, കറിവേപ്പില ചേർക്കാം, പക്ഷേ ഇപ്പോൾ കയ്യിലില്ല. അതുകൊണ്ട് ലാടി കഴിഞ്ഞ് പോയി ചേർത്തിരുന്നതല്ല. ഈ കറുപ്പിൻ്റെ വരണമെങ്കിൽ താമസമുണ്ട്. അപ്പോൾ ഇതാണെന്ന് നമ്മുടെ ദോശയുടെ കറി. ഇതിൽ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴകിയിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് കുഴമ്പ് പരുവത്തിന് അല്പം ചാറായിട്ടെടുക്കാം കേട്ടോ. ദോശയ്ക്ക് കഴിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2-3 പച്ചമുളക്,
എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഈ മീറ്റ് മസാല പൊടിച്ചാലും ചേർക്കാം. അല്പം മുളക് പൊടി ഈ മീറ്റ് മസാലയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് വേകാനായിട്ട് വെക്കാം. അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ പറഞ്ഞു പപ്പ ഈ താഴെ നിന്നേച്ച് വിളിച്ചു, ഒരു ഏത്തക്കൊല ഉള്ളത് വെട്ടിയെടുക്കാൻ പോവുക, അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പോരേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കറിയുടെ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് വെച്ച് ഞാനിങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വാഴക്കൊല വെട്ടാൻ തുടങ്ങുന്നത്. കാണിച്ചു തരാം. ഞാൻ ആ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലട്ടെ. അപ്പോൾ ഇതാണ് ഈ വാഴക്കൊലയാണ് കേട്ടോ വെട്ടാൻ തുടങ്ങുന്നത്. വെട്ടിക്കോ. അത് വാഴക്കൊല വെട്ടി കൊലയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളതിൻ്റെ പിണ്ടിയും കൂടെ വെട്ടിയെടുക്കും കേട്ടോ. ഓ, അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കൂടെ വന്ന് എൻ്റെ തലയിലേക്ക് അടിച്ചു തന്നെയല്ലോ. കാണിച്ചു. നമ്മൾ ഒരു നുള്ളു വളം, അതായത് ചാരം പോലും ഇട്ടില്ലെന്നുള്ള. ചാരം ഇട്ടായിരുന്നോ? ചാരം ഇട്ടു അല്ലേ? കുറച്ച് ചാരം ഇട്ടായിരുന്നു കേട്ടോ. ചാരം മാത്രം ഇട്ട് പിന്നെ ചൂട്ടിൽ മഴക്കാലത്തൊക്കെ കൊണ്ടുവന്നിട്ടു. അല്ലാതെ വേറെ ഒരു വളവും ചെയ്തതല്ലേ. ഇത് അങ്ങനെ രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ഒരു നാച്ചുറലായിട്ടുള്ള, പിന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൊല കിട്ടി. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പിണ്ടി ഇങ്ങനെ വെട്ടിയെടുക്കും. പിണ്ടിക്ക് കേടൊന്നും കാണില്ല. പിണ്ടിക്ക് കേട് വന്നായിരുന്നെങ്കിൽ കൊല നേരത്തെ തന്നെ ഒടിഞ്ഞു പോയേനെ കേട്ടോ. എന്തിയാ വാഴക്കുഞ്ഞ്? ഞാൻ കണ്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വെട്ടിയ കൊലയുണ്ടല്ലോ, അതിൻ്റെ വാഴക്കുഞ്ഞൊക്കെ ഇന്നാണ് തിരിച്ചെടുത്തത്. അതാരാ അവിടെ വന്ന് ബൈക്കിൽ ഇറങ്ങുന്നവർ? രണ്ട് പെണ്ണും പോട്ടെ, ഒരാണും ഒരു പെണ്ണും, ഏതാണോ അവ അവരെയില്ലെങ്കിലും പോട്ടെ. ഇന്ത്യ വാഴക്കുഞ്ഞ്, അതേ വാഴക്കുഞ്ഞ്. അപ്പോൾ ഈ വാഴേനെ നമ്മളിവിടെ നിർത്തിക്കൊണ്ട് കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ അടുപ്പിച്ച് വളമൊക്കെ അടുപ്പിച്ച് കൊടുക്കും. ഇതുണ്ട് നല്ല സൂപ്പർ വാഴക്കുഞ്ഞുങ്ങൾ. അതിനെല്ലാത്തിനെയും നമ്മൾ നട്ടുവയ്ക്കും കേട്ടോ, ഒരു വാഴത്തോട്ടം പോലെ. അപ്പോഴത് നടുന്നതും അതിൻ്റെ വളർച്ചകളും അതിൻ്റെ കൊല വെട്ടുന്നതും നന്നായി കിട്ടിയെങ്കിൽ, കാറ്റൊന്നും മറിച്ച് കളഞ്ഞില്ല, മഴക്കാലത്ത് വലിയ ശല്യമൊന്നും വന്നില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വാഴക്കൃഷി ഞാൻ കാണിച്ചു തരാവേ. കൃഷി ചെയ്യുന്ന ആൾ ഇതാണ്, ഈ നിൽക്കുന്ന ആൾ. നല്ലൊരു കൃഷിക്കാരനൊക്കെയാണ്. പക്ഷേ ഈ പന്നി ശല്യം കാരണം ഇപ്പം ഞങ്ങളൊന്നും കൃഷി ചെയ്യാത്ത. കാട്ടുപന്നിയുടെ ശല്യം എന്ത് നട്ടാലും, കാന്താരി മുളക് നട്ടാൽ പോലും വന്ന് കുത്തിപ്പറിച്ച് കളഞ്ഞേച്ച് പോകും. ഇനി അടുത്തത് ദേ വാഴയ്ക്ക് മുട്ട് കൊടുക്കണം. കണ്ട, അതൊരു ഏത്തക്കൊലയാണേ, അതൊരു മുഴുത്ത കൊലയത്. അപ്പോൾ അതിനൊന്ന് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനൊരു മുട്ട് കൊടുക്കണം. അപ്പോൾ ആ ഏണിക്കമ്പേക്കടെ കീറിപ്പോയി വേണം അത് ചെയ്യാൻ. ഇനി അതിൻ്റെ പിണ്ടിയെല്ലാം കൂടെ പൊളിച്ചെടുക്കാം. നല്ല വാഴപ്പിണ്ടി കിട്ടും കേട്ടോ അതിനകത്തുനിന്ന് കറി വയ്ക്കാൻ. ഇനി അതിൻ്റെ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ പിണ്ടി എടുക്കട്ടെ. കളയില്ലേ? കളയണ്ട, എടുക്കണം. അതിനി ഒരു വാഴ കൊലയ്ക്കാൻ നിൽപ്പുണ്ട്. ഇതേതോ ഒരെണ്ണം മൂത്ത് നിൽക്കുന്നു. അതും അത് പകുതി കിളി തന്നാലേ നമ്മൾ അറിയുള്ളൂ. അല്ലാതെ മൂത്ത് പഴുക്കുന്ന അറിയ പോലുമില്ല, ശ്രദ്ധിക്കുകയില്ല. എല്ലാ പ്രാവശ്യവും അതുകൂട്ട് കൊലയും. അതെന്നതാ കിണ്ടൽ വാഴ അല്ലേ? അത് കിണ്ടൽ വാഴയാണേ. അതെപ്പോഴും അതിൻ്റെ പഴം പഴുത്ത് ചാടിപ്പോയി കിളിയൊക്കെ തിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ കാണാറുള്ളൂ. പിന്നെ അതിൻ്റെ ഏറ്റവും നല്ല പഠനം അടിക്കായൊക്കെ കിളി തിന്ന് വെച്ചാൽ ബാക്കിയുള്ളതാണ് കിട്ടാറുള്ളൂ. അക്കരയൊക്കെ ഒരു ആംബുലൻസ് പോകുന്നുണ്ടല്ലോ, ഭയങ്കര ശബ്ദം. എന്തോ ഇത് അക്കര റോഡ്. ഇന്നും മേഘമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യാനായിരിക്കും. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അത്യാവശ്യം നല്ല മഴയൊക്കെ കിട്ടി കേട്ടോ. അതുകൊണ്ട് ഇനി ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇനി കിളിർത്ത് ഇലയങ്ങ് തളർത്താർത്തിട്ട് നമുക്ക് അക്കരയൊന്നും കാണാൻ പാടില്ലാണ്ട് വരും. ഇപ്പം പിന്നെ ഇലയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് കാണാം. ആംബുലൻസ് പറന്നാ പോണേ, എങ്ങോട്ടാണോ ആവോ, ആരാണോ എന്തോ, ദൈവമേ, ആരായാലും കാത്തുരക്ഷിച്ചോണേ അവരെ.
വിഷ്ണുവില്ലേ? ഒറ്റയ്ക്കാ? ഞാൻ വരാം. ഒരു വീഡിയോ പിടിക്കുന്നേ. ഒരു കൊല ഇന്നാൾ വെട്ടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല വെട്ടിയായിരുന്നു കേട്ടോ. ഇന്നൊരു കൊല വെട്ടി. എവിടെ? അതിൻ്റെ അല്ലേ? ആണോ? എൻ്റെ പൊന്നെ. ഇന്ന് ചേട്ടൻ വന്നില്ലേ? ആണോ? ആണോ? പിന്നെ കാണാം. ആ ശരി. അപ്പോൾ ഏണി വെച്ച് കയറി നിന്ന് ആ വാഴയ്ക്ക് മുട്ട് കൊടുക്കാനായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുവാണ്. അതായത് വാഴയും മറിഞ്ഞു പോകരുത്, കൊലയോടുകൂടി മറിഞ്ഞു പോകരുത്. അത് മൂപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കമ്പ് കുത്തി പിടിച്ച് കെട്ടി നിർത്തിയാലാണ് അതിന് നമുക്ക് മൂത്ത് കിട്ടുകയുള്ളൂ. അതൊരു മുഴുത്ത കൊലയാട്ടോ. അത് അങ്ങോട്ട് തിരിഞ്ഞാൽ കിടക്കണേ. അതുകൊണ്ട് പടിഞ്ഞാറെന്നുള്ള വെയിലൊന്നും കിട്ടില്ല. വെയിൽ കൊള്ളാതെ തന്നെ നമുക്കതിനെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് വള്ളിയൊക്കെ ഇട്ട് കെട്ടിയേച്ചിറങ്ങി വരട്ടെ. ഇപ്പോൾ വാഴക്കൊല വെട്ടി വാഴയുടെ ബാക്കി കുറേ പണികളൊക്കെ ചെയ്തേച്ച് കയറി പോവുക കേട്ടോ. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നതിന് ശേഷം ഇതുണ്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പണികൾ കുറേയും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്യാനായിട്ട് ഇനി കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. ഇന്ന് സൺഡേ ആണെങ്കിലും ഇത്രയും ദിവസം ഈ ആഴ്ച ഫുള്ളായിട്ട് പണിക്ക് പുറത്ത് കൂലിപ്പണിക്കും പോയച്ച് ഇന്നൊരു ഞായറാഴ്ച വീട്ടിൽ ഇരുന്നിട്ടും അത്യാവശ്യം നല്ല പണിയാട്ടോ. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാവേ. റോഡിൽ നിന്ന് വാഴക്കൊലയായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു മടുത്ത് പോയി കേട്ടോ. അതിവിടെ കൊണ്ടുവന്ന് പപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേച്ച് പോയി. ഇത് വേറൊരു വാഴക്കൊലയുടെ ചുണ്ട്, ഈ കൊലയുടെ പിണ്ടി ഒക്കെ ആയിട്ട് ഞാനും പുറകെ കയറി പോന്നു. എൻ്റെ ഉടുപ്പ് നിറച്ച് കറ വീണെന്നാണ് എനിക്ക് തോന്നുന്നു. പിണ്ടി വാഴച്ചുണ്ടും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ കറയെല്ലാം കൂടെ ഉടുപ്പ് വീണോന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇത് നമുക്ക് വറക്കണം കേട്ടോ. വറക്കണം. ഇതിനെയൊക്കെ നമുക്ക് കറി വയ്ക്കണം. അവിടെ ഇവിടെയൊക്കെ ഒരേ കഷ്ണം വീതം കൊടുക്കണം വാഴപ്പിണ്ടി. അതുപോലെ തന്നെ കൊലയും കുറച്ച് കായൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കാനുണ്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് വറക്കണം. പിന്നെ വല്ല മിച്ചം വന്നെങ്കിലേ പഴിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത പണിയിലേക്ക് പോട്ടെ കേട്ടോ. വേറൊരു പണി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വാഴക്കൊല നോക്കാൻ പോയത്. പപ്പ അത് വെട്ടാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ പുറകെ ഇറങ്ങിപ്പോയി. എന്നാൽ അതും കൂടെ നമുക്കൊരു വീഡിയോയ്ക്കൊരു കണ്ടൻറ്റ് ആയിക്കോളൂ എന്ന് ഓർത്തു. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കണം. അല്ലാത്ത ദിവസം ഓരോ കൂട്ടം പപ്പയ്ക്ക് കൂലിപ്പണിക്ക് പോകണം, എനിക്ക് കടയിൽ പോകണം. അങ്ങനെ പല പല കാര്യങ്ങളുള്ളത് കൊണ്ട് ആരും അല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച പകലിരുന്നപ്പോൾ ഇന്ന് നല്ല പണിയാണ്, നല്ല പണി. ഒരുമാതിരിയൊക്കെ പണി ഒതുക്കി വന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അകത്ത് കയറി കറി വയ്ക്കണം. ചോറ് വാർത്തിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം. മണി 10:30 കഴിഞ്ഞു. ഇനി ദോശയ്ക്കുള്ള കറി ഒക്കെ റെഡിയായി. കാപ്പി കുടിക്കണം, തുണി ഇളക്കണം. അങ്ങനെ ഓരോ കൂട്ടം പണികൾ ഒന്നൊന്നായി നമുക്കിങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസം. ഒരു വീഡിയോ ഒക്കെ ആക്കി അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത തോന്നിയാൽ എന്നോട് ക്ഷമിക്കൂ കേട്ടോ. അപ്പോൾ ഇനി ദോശ ചൂടാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പ് വെച്ചു കേട്ടോ. ചട്ടിയല്ല, പാൻ. ദോശ ചൂടുന്ന പാൻ. ഇരുമ്പുകാരാണെങ്കിൽ ദോശക്കല്ലെന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള കറി ഇപ്പോൾ മസാലയൊക്കെ ചേർത്ത് കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ഒരു കുറുകിയായിരിക്കുന്നത്, അതുകൊണ്ട് അല്പം ചാറ് വേണം നമുക്ക് ദോശ കഴിക്കാൻ. അതുകൊണ്ടൊരു ശകലം തേങ്ങാപ്പാൽ ഒഴിക്കാൻ നോക്കും കേട്ടോ. ഒരു കൂടി തേങ്ങയുടെ പാല് പിഴിഞ്ഞ് അതിൻ്റെ തനിപ്പാൽ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. അത് നമുക്ക് കൂടി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാകുമ്പോഴത്തേനും തീ കിടത്തി വെക്കാം.
ഇത് ദോശ തിന്നാൻ അല്പം ചാറ് വേണമല്ലോ. ഇത് അപ്പത്തിൻ്റെ കറിയാണ്. ദോശയ്ക്ക് ഇന്ന് ഞങ്ങൾ മാറ്റുക. സാധാരണ ഇത് പാലപ്പം കഴിക്കാനും വെള്ളയപ്പം കഴിക്കാനൊക്കെയാണ് ഈ കിഴങ്ങ് കറി എടുക്കുന്നത്. ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ ചമ്മന്തി സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിന്നൊന്ന് മാറ്റി പിടിച്ചു. ആയി വരട്ടെ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ദോശയ്ക്കുള്ള കറി ശരിയായി. ഇപ്പോൾ ദോശ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം, ശകലം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഈ ദോശ ഇതിന് ഇച്ചിരി കട്ടി കൂടി പോയോ എന്നൊരു സംശയം. മറിച്ചിടണ്ടേ? മറിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കുറഞ്ഞിരിക്കണം നിരത്തുമ്പോൾ. പേപ്പർ ദോശ, നെയ്റോസ എന്നൊക്കെ പറയുന്ന സംഭവം മറിച്ചിടുകയല്ല, പക്ഷേ ഇച്ചിരി കട്ടി. അപ്പോൾ ദോശ കഴിക്കാൻ പോവുകയാണേ. അനിമോൾക്കുള്ളത് കോരി കറി കൊടുക്കുക. കറി നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ കിഴങ്ങ് കറി ദോശയ്ക്ക്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ്. പപ്പ ചോറ കഴിക്കുള്ളൂ, ദോശയും വേണ്ട കിഴങ്ങും വേണ്ട, ചോറ് മതി എന്നാണ് പറഞ്ഞത് രാവിലെ. അല്ലെങ്കിൽ കപ്പ വേവിക്കണമായിരുന്നു. ഇന്ന് ഞങ്ങൾ കപ്പ വേവിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പപ്പയ്ക്ക് ചോറും ഞങ്ങൾക്ക് ദോശയും. കഴിച്ചോ കൊച്ചേ? അപ്പം നമുക്ക് ചോറൊക്കെ വെച്ച് വാർക്കാം കേട്ടോ. ഒരു ചെറിയ അവിയലും ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ കൂടി ചേർത്ത് ഏത്തവാഴയ്ക്കുണ്ട്, കിഴങ്ങുണ്ട്, ബീൻസ്, അച്ചിങ്ങപ്പയർ, പിന്നെ കുമ്പളങ്ങ, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് തക്കാളി, സവാള അതും കൂടി ഇട്ട് നമുക്കൊരു ചെറിയ അവിയൽ വെള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് അരപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തക്കാളി സവാള എല്ലാം കൂടി ചേർത്തിട്ട് വെക്കാൻ കേട്ടോ. ഒരു 4-5 പച്ചമുളകും കൂടെ കീറി ഇടണം. 2 പച്ചമുളക് അരച്ചിട്ടുണ്ട്. പിന്നെ 2-3 നമുക്ക് കീറി ഇടുകയും കൂടെ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില അത് ലാസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാൻ നോക്കാവേ. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തട്ടിപ്പൊത്തി വെന്ത് പകുതി മുക്കാലും വേവായി കഴിയുമ്പോഴേ അരപ്പ് ചേർത്താൽ മതി. എഴുതണം. നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കമ്പ് കരിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നു. അതിൽ കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പൊത്തി വെച്ചേച്ച് വീണ്ടും നമ്മൾ അതിനകത്തേക്ക് അരപ്പ് ചേർക്കും. ഇനി ഈ അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മൂടി വെക്കാം. വാഴയിലിട്ട് മൂടിയിട്ട് വേണമായിരുന്നു വേറെ പാത്രം ഇട്ട് മൂടാൻ. വാഴയിലൊന്നും എടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇളക്കി തട്ടിപ്പൊത്തി ഒരു 2 പാത്രം കൊണ്ടങ്ങ് മൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഇളക്കി മൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ നന്നായിട്ടൊന്ന് വേകട്ടെ കേട്ടോ. അവിടെ ഇരുന്ന് അകത്തൊരു പാത്രം വെച്ച് കമത്തി മൂടി, അതിൻ്റെ പുറമേ ഒരു പാത്രം വെച്ചു. കാരണം വാഴയില എടുത്ത് കൊണ്ട് വന്ന കറിയുടെ മുകളിൽ വെച്ച് പൊതിഞ്ഞ് വെക്കാത്തത് കൊണ്ടാണ് 2 പാത്രം വെച്ചത്. അപ്പോൾ ഇച്ചിരി പാരവും കൂടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആവി പുറത്തേക്കൊന്നും പോകാതിരിക്കാൻ ഇടികല്ലിന് എടുത്ത് ഞാനങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് തുറന്ന് ഏത് പരുവത്തിലെത്തിയെന്ന് നോക്കാം. നമുക്കേ ഈ നമ്മുടെ അവിയൽ ചെയ്ത് പരുവത്തിനായി നോക്കാം. 2 അടപ്പ് വെച്ചാണ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. ഓ, പാത്രം ചാടുന്നതിൻ്റെ ഒച്ചയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സദ്യയുടെ അവിയലൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ കൂടി ചേർത്തിട്ട്
പച്ചക്കറിയൊക്കെ നേരത്തെ മേടിച്ചുകൊണ്ട് വന്ന് വെക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പലതും ബാലൻസ് ശകലിച്ചൊക്കെ വന്നത് കൂട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കിയതാണ്. അപ്പം പച്ചക്കറികളൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല, നമുക്കൊരവിയലാവുകയും ചെയ്യും. വെളിച്ചെണ്ണയൊക്കെ നേരത്തെ ഒഴിച്ചതാട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ നേരത്തെ ചേർത്തു ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചിരുന്ന കേട്ടോ. ഇനി ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നേരെ കഴിക്കാനായിട്ട് എടുക്കാം. മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞതാട്ടോ. ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം. അത്യാവശ്യം ചിലർ തൈര് ഒഴിച്ചൊക്കെ അവിയൽ വെക്കും. തൈര് ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ തൈര് ഒഴിക്കുന്നില്ല. അത്യാവശ്യം പുളി കിട്ടാനുള്ള തക്കാളിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 തക്കാളി. അതുകൊണ്ട് തന്നെ തൈര് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇങ്ങനെ അങ്ങോട്ട് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ നേരത്താണ് പിന്നെ എടുക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ 2 പാത്രം കൊണ്ട് മൂടി വെക്കുവാണേ. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി മറ്റൊരു കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്കൊരു മുട്ടക്കറി കൂടെ ഉണ്ടാക്കാം കേട്ടോ. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത് ഉപ്പും ചേർത്ത് അടിച്ച് വെച്ചേക്കുന്നതാണ്. മഴ പെയ്യുമായിരിക്കുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. എന്നാ വലിയ മഴയും കാറ്റുമായിരുന്നു. അതുപോലത്തെ ഒരു ഏമണ്ടൻ മഴ വന്നു കഴിഞ്ഞാൽ കാറ്റ് ഊതാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, ഇടിയും വെട്ടാതെ കാറ്റ് ഊതാതെ മഴ മാത്രം പെയ്താലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണി 1 മണി തൊട്ടങ്ങ് തുടങ്ങും ഇടിയും കാറ്റും മഴയും. ഞാൻ ഉച്ച കഴിഞ്ഞ് 3:30 ആകുമ്പോൾ എങ്ങനെ കടയിലേക്ക് പോകുമോ പേടിച്ചിട്ട്. മുട്ട നമ്മൾ മറിച്ചിട്ടു കേട്ടോ. ഇനി ഇതിനെ നമ്മൾ 4ആയിട്ട് മുറിക്കും. എന്നിട്ട് ഒരു വീതം പൊതിച്ചോറിനകത്ത് വെച്ച് കെട്ടണം. ചോറ് കോരി കടലാസിൽ വെച്ചണം. ആ കിഴങ്ങേറി ഒരു നടുക്കേ കുഴി പോലെ കുത്തിയിട്ട് ഒരു ലേശം കൂടെ ഒരു നനവ്, ഒരു ചാറ് പോലെ കിട്ടാൻ കേട്ടോ വെച്ചാൽ കുറച്ച്. പിന്നെ മുട്ടയും മതി. അച്ചാർ വെക്കുന്നുണ്ടോ? ആ, അപ്പോൾ ഒരു പൊതിച്ചോറ് കെട്ടാനുള്ള പരിപാടിയൊക്കെ പറഞ്ഞതാണേ. ഇത് ഓക്കെ ചെയ്ത് ഇതാണ് നമ്മുടെ മുട്ട. എന്നതാ പറയുന്നത്, ഓംലെറ്റോ? ഞാൻ മുട്ട പൊരിച്ചെന്നൊക്കെ പറയുള്ളൂ. ഓംലെറ്റ് ഗീംലെറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇതും കൂടെ എടുത്തോണ്ട് പൊക്കാൻ വെച്ചേ. മുട്ട പൊരിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേനുള്ള ഏകദേശ പണികളൊക്കെ ഒതുങ്ങിയിട്ടോ. ഇനി അലക്കണം, കുളിക്കണം, കുടുംബശ്രീ കൂടണം, അങ്ങനെ പല പല പരിപാടികൾ ഇനി ഉടനെ തന്നെ ബാക്കി ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ വീഡിയോ ആക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കൊച്ചു വീഡിയോ വൈകുന്നേരം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. മഴക്കാറുണ്ടോ? അല്ല, കാറ്റ് മഴയ്ക്കാന്ന് തോന്നുന്നു. ഇടിയൊക്കെ നേരിയതോട് കുടുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, കണ്ടോ? ഇനി അടുത്ത പണി ചക്ക വെട്ടാണേ. ചക്ക വെട്ടി ഇട്ട് തന്നു. പപ്പ ചക്ക വെട്ടിയിട്ട് തന്നു. ഞങ്ങളിത് അരിയാൻ പോവാണ്. ഇതുണ്ടോ? ഇന്ന് നമുക്ക് ചക്കപ്പുഴു കാണാം കേട്ടോ. വൈകിട്ട് സ്പെഷ്യൽ ചക്ക പുഴുങ്ങുമ്പോൾ പിന്നെ ചിക്കനോ ബീഫോ എന്തെങ്കിലും നിർബന്ധമാണ്. ഒന്നെങ്കിൽ നമ്മൾ പിന്നെ ചിക്കനൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കും. ഇല്ലെങ്കിൽ വെറുതെ മാങ്ങ അച്ചാറും കൂട്ടി നമ്മളങ്ങോട്ട് കഴിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്പെഷ്യലായിട്ടുള്ളത് ചക്കപ്പുഴുക്ക. നല്ല ചക്കയുണ്ട്. വൈക്കത്തൊക്കെയാണ്. ചക്ക വെട്ട് വരികയും ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറേശ്ശെ തിന്നുകൊണ്ടിരിക്കും. എല്ലാവരും വിളിച്ചിട്ട് ഫോണെടുക്കാനൊക്കെയല്ലേ. ഞാനിപ്പം കൊടുക്കൂലെന്ന് പറഞ്ഞില്ല അവിടെ ആരും.
അപ്പം നമ്മൾ ചക്ക അരിഞ്ഞത് കൊണ്ട് ചുമന്നിരിക്കുന്ന ചക്കയാണേ. അതുകൊണ്ട് ഇതിന് മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ കണ്ടമാനം മഞ്ഞൾ ഉണ്ടെന്ന് തോന്നും ഈ ചക്ക പുഴുക്ക് നമ്മൾ ഇളക്കി വരുമ്പോഴേ. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഇത് ഫ്രിഡ്ജിന് അല്ല മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും വെള്ളവും അരപ്പും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് വെന്ത് ഇളക്കിയെടുക്കാൻ പോവാം കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഊരിയിട്ടാണ് നമ്മൾ അരപ്പിട്ട് വെക്കാൻ പോകുന്നത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. ഉച്ച കഴിഞ്ഞ് 4 മണിയായി കേട്ടോ. 4 മണിയായപ്പോഴത്തേനും മഴക്കാറ്, ഇടി, കാറ്റ് ഒക്കെ വന്നു തുടങ്ങി. മഴ കുറേശ്ശെ തൂളി തുടങ്ങിയിട്ടുണ്ട്. കട്ടി മഴയാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബശ്രീക്ക് പോയിച്ച് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഇന്ത്യ കടവൻ നമ്മുടെ പണി ഇതൊക്കെ തന്നെയാണ്. ചക്ക ഇട്ട് വെട്ടിപ്പറിച്ചെടുത്തേച്ച് കുരു നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ജോലി അത് സാരമില്ല, ജോലികൾ അങ്ങനെ ചെയ്യണമെന്ന് പറയണേ, മെനക്കെടാതെ. ഇതെല്ലാം വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ ഈ സാധനം പോകും. അത് പോകരുത്. ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ അത്യാവശ്യമാണ്. ഇച്ചിരി കഴിഞ്ഞാൽ അതൊന്നും ആർക്കും വേണ്ട. അപ്പം നമ്മുടെ കുടുംബശ്രീയൊക്കെ കൂടി കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ചക്ക പുഴുങ്ങാൻ അടുപ്പിൽ വെച്ചായിരുന്നു, ഇളക്കിയോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. വന്നു കഴിഞ്ഞിട്ട് നോക്കാം. ശരി, കുടുംബശ്രീയിലുള്ള എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ചക്ക കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക്, അടിപൊളി ചക്കപ്പുഴുക്ക് ഇളക്കി വെച്ചു കേട്ടോ. ഇതുണ്ടോ, ഇത് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കേണ്ട പുഴുക്കാണേ. ഇവിടെ ഇപ്പം നൊയമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നൊയമ്പില്ല കേട്ടോ, എനിക്ക് മാത്രം. ഞാൻ അല്പം മാങ്ങാച്ചാറ് കൂട്ടി കഴിക്കും. ബാക്കിയുള്ളവർ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. എന്തായാലും നല്ല പുഴുക്ക, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം മാങ്ങയച്ചാറും കൂട്ടി ചക്കപ്പുഴുക്ക് ശകലം കഴിച്ച് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് പറയാം. ചക്കപ്പുഴുക്കിൻ്റെ ടേസ്റ്റ് പറയാമെന്നൊക്കെ പറയുന്നത് എന്നാ വർത്താനമല്ലേ. എന്നാലും ആദ്യമേയൊക്കെ ഉണ്ടായി, ആദ്യത്തെ കുറച്ച് 3-4 ചക്കയൊക്കെ വയ്ക്കുമ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത്ര താല്പര്യമില്ല. ഇതിപ്പോൾ ആദ്യമൊക്കെ ആയതുകൊണ്ട് നല്ല കാര്യമായിട്ട് പുഴുങ്ങി കഴിക്കാൻ നോക്കുവാണേ. അപ്പം നമ്മൾ ചക്കപ്പുഴുക്കിന് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ചിക്കൻ കറി. അതായത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി നിർബന്ധം. ചിക്കൻ ഇല്ലെങ്കിൽ ബീഫ്, ബീഫ് ഇല്ലെങ്കിൽ പന്നി അല്ലെങ്കിൽ പോർക്ക്. ഇതിലേതെങ്കിലും ഒരു കൂട്ടം ഇറച്ചി വേണം ചക്കപ്പുഴുക്കിന്, നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ചക്ക ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേച്ച് പിന്നെ പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് കറിയാക്കി നല്ല തിളച്ച് ഫൈനലായിട്ടിരിക്കുകയാണ്. ഈ തീ ഓഫ് ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. പരുവത്തിന് കുറുകിയ ചാറും എരിവും എല്ലാം നല്ല പരുവത്തിനായിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കറി എടുക്കാം.